60 പൊട്ടുകയാണെങ്കിൽ ഈ 25,959 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ പോസിബിൾ ആണ്. രണ്ട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് തിരിച്ച് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിന് വേറെ അനക്കൊന്നുമില്ല. ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കളിയും കരച്ചിലും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഓപ്ഷന്റെ പ്രൈസ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് മൂവ്മെന്റ് കുറവാണ്. പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. എന്നാലും ചെറിയ ചെറിയ ട്രേഡ്സുകളൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയൊക്കെ കടന്നു പൊക്കോണ്ടിരിക്കുകയായിരുന്നു. 26,300 ഭാഗത്ത് ഇന്ന് ഫ്യൂച്ചേഴ്സിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പൊന്നുമല്ല, ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ചെറിയൊരു സ്പൈക്ക് ഒക്കെ അവൻ മുകളിലോട്ട് തന്നെങ്കിൽ കൂടി ഈ ഒരു റേഞ്ച് കഴിഞ്ഞ 3 ദിവസത്തെ ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് അവൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു റേഞ്ചിന്റെ ഹൈക്കിര മുകളിലാണ് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു 14,045-50 ഭാഗത്തേക്ക് മിഡ് ക്യാപിറ്റൽ ക്ലോസിംഗ് ഉണ്ട്. ഇന്നൊരു പി ഷേപ്ഡ് പ്രൊഫൈൽ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അതൊരു എന്താ പറയുക, ബുള്ളിഷ് ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രാറ്റജിയിലെ ഒരു ബുള്ളിഷ് ലെവലായിട്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുന്ന ഇന്നത്തെ ഹൈ 14,080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റം അപ്വേർഡ് മൊമെന്റം ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അത് ഫെയിലിയർ ആവാം. 14,100 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ് നിങ്ങൾക്ക് പണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു മിഡ് ക്യാപ്പിന്റെ ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് പണ്ട് ഒരു ഡേ ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട, നമുക്കൊരു 30 മിനിറ്റ്സ് അല്ല ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ് വന്ന് താഴേക്ക് ഇറങ്ങി 13,500 വരെ വന്നു, തിരിച്ച് വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുന്നു. 14,110 അല്ലെങ്കിൽ 125 മുകളിൽ മിഡ് ക്യാപ്പ് ക്രോസ് ബേസിസിന്റെ മൂവ്മെന്റ് വരികയാണെങ്കിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു റാലി തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ഒരു ബുള്ളിഷ് മൊമെന്റത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ലെവൽ 14,125 ആണ്. അതിന് മുകളിൽ മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഹെവി മൊമെന്റം അപ്സൈഡ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് മിഡ് ക്യാപ്പിന്റെ ഒരു ഓവറോൾ വ്യൂ. നമുക്ക് ഇനി നാളെ പഴയ ലെവൽസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ഒക്കെ ഒന്ന് വരച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം എനിക്ക് ഈ റെഫറൻസിനൊക്കെ ഒന്ന് മുകളിലോട്ട് തട്ടി മുകളിലോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ POC വന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് POC 14,032 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം. 14,032 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിൽ ആ POC വന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ 14,080 എടുക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 14,080 ഒരു ബുള്ളിഷ് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ചെറിയൊരു ഇൻട്രാഡേ സ്കാൽപ്പിങ്ങിനൊക്കെ അത് ഫോക്കസ് ആണ്. 14,080 മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് എങ്ങോട്ട് പോകും? നേരത്തെ വന്ന ഒരു ഹൈ ആയ 14,120 14,120 ഭാഗത്തേക്ക് ഒരു മൂവ്മെന്റ് തരാം. ഈ 14,120 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 14,155 ഭാഗത്തേക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ഭാഗമാണ് 14,155 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 14,190. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവൽസ് ആണ്. സോ 14,080 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 14,120, 14,155 ആൻഡ് 14,190 ഭാഗത്തേക്ക് വരാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14,000 താഴെ ഈ 14,000 പൊട്ടുകയാണെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് സ്റ്റാൻഡേർഡ് ചെറിയൊരു സെല്ലിംഗ് ആണ്. ഒരു ഇൻട്രാഡേ സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,960 ഭാഗത്തേക്ക് എത്രയാണ്? 13,960 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,925 വയ്ക്കാം. 13 ലോ ആണ്. 13,925 ഭാഗത്തേക്ക് വരാം. ഈ 13,925 പൊട്ടുകയാണെങ്കിൽ 13,880 എത്രയാണ്? 13,880 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചബിൾ ട്രേഡബിൾ പോസിബിൾ ആയിട്ട് വരുന്ന മാർക്കറ്റാണ്. 14,000-നും 14,080-നും ഇടയ്ക്കുള്ള ഒരു മൂവ്മെന്റ് വരാം. 14,080 പൊട്ടുകയാണെങ്കിൽ 14,120, 14,000 പൊട്ടുകയാണെങ്കിൽ 13,920, 960 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ പോസിബിൾ ആയ ഒരു ട്രേഡ് സെറ്റപ്പ് ആയിരിക്കും.
വരാൻ പോകുന്നത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു പി ഷേപ്ഡ്, പക്ക പറഞ്ഞ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. നോർമൽ വേരിയേഷൻ സി പീരീഡിൽ വന്ന എക്സ്റ്റൻഷൻ ആണ്. ഒരു നോർമൽ ഡേ ആയിട്ടാണ്, ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ പി ഷേപ്ഡ് പ്രൊഫൈലിന്റെ രീതിയിലാണ് വരുന്നത്. ഓപ്പൺ ഓപ്ഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. സത്യം പറഞ്ഞാൽ ഈ ബാങ്ക് നിഫ്റ്റി ഈ 59,757 മുകളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഒരു ചേഞ്ചസും ഇല്ലാതെ ഒരേ റേഞ്ച്, അതായത് 59,757 ഭാഗത്ത് ഒരു സപ്പോർട്ട് ഇപ്പോഴും ആക്റ്റീവ് ആകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 60,000 നമ്മളെ പി ഒ സി വന്നിരിക്കുന്ന 59,909 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. എത്രയാണ്? 59,999, 59,909 ഭാഗത്താണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 60,154 55 വയ്ക്കുക, 60,150, 60,155 ആ ഭാഗത്തൊരു ബുള്ളിഷ് റെഫറൻസ് വരുന്നുണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60,277 പഴയ 2 ദിവസം മുമ്പുള്ള വാല്യൂ ഏരിയ ഹൈ 60,277 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,400, 60,400 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60,500, എത്രയാണ്? 60,500 ഭാഗത്തേക്കും വരും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള റെഫറൻസ് ലെവലുകൾ. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു റെഫറൻസ്, അതായത് 59,681 അല്ല എങ്കിൽ 59,800 പൊട്ടയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. 59,800 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ആ സെല്ലിംഗ് ഫസ്റ്റ് ടാർഗറ്റ് 59,691, ഇന്നലത്തെ പഴയൊരു പി ഒ സി ആണ്. 59,691 ഭാഗത്തേക്ക് വരാം. 59 അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു റെഫറൻസ് ലെവൽ 59,567 S2 എന്ന് പറഞ്ഞാൽ 59,567 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 59,405 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ ഏരിയ ലോ, അതായത് നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ച എക്സ്പയറി ഡേ കഴിഞ്ഞുള്ള മന്ത്ലി എക്സ്പയറി കഴിഞ്ഞുള്ള പിറ്റേ ദിവസത്തെ വാല്യൂ ഏരിയ ലോ ആയ 59,405 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെന്റ് ഒന്നും വരില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന റിസൾട്ട് മാസങ്ങളായതുകൊണ്ട് ആ റിസൾട്ട്സ് മാസത്തിന്റെ മൂവ്മെന്റ് വെച്ചായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം, ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയത് ന്യൂട്രൽ ഡേ ആണ്, മാർക്കറ്റ് ന്യൂട്രൽ ഡേ ആണ്. ഇനി നിഫ്റ്റി പക്ക ഒരു ഓപ്പൺ ഓപ്ഷൻ, ന്യൂട്രൽ ഡേ ആയിട്ട് ഒരു ബാലൻസ്, പക്ക ഒരു ബാലൻസ് വന്ന ദിവസമാണ്. ഇന്നത്തെ ലോ നിഫ്റ്റിയെ പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ലെവൽ പോസിബിൾ ആണ്. അപ്പൊ 26,060 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് മീൻ റിവേർഷൻ പോസിബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിഫ്റ്റി 25,975 വരുമോ എന്ന് ചോദിച്ചുള്ള ആ ഒരു നമ്മുടെ തമിഴിലെ ക്യാപ്ഷന്റെ ഒരു ആൻസർ ഇതാണ്. 26,050 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ അത് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ന്യൂട്രൽ ഡേ ആണ്. നമ്മുടെ പി ഒ സി നിൽക്കുന്ന 26,107 ഭാഗത്താണ് പി ഒ സി. സോ നമുക്ക് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് ഈ റെഫറൻസ് ലെവലൊക്കെ താഴേക്ക് ഒന്ന് മാറ്റി വെക്കാം. 26,107 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ പി ഒ സി. 26,107 ആണ് പി ഒ സി. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് ചെയ്ത്, ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം ഈ ഒരു 26,213 മുകളിൽ 214 26,214 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോകും? 26,265. ഫസ്റ്റ് ടാർഗറ്റ് 26,265 ഭാഗത്തേക്ക് പോകും. ഇതൊരു വാല്യൂ ഏരിയ ലോ ആണ്, പഴയ അവിടെ നിന്നാണ് അടിച്ചിറങ്ങിയത്. സെക്കൻഡ് ടാർഗറ്റ് 26,300 ഭാഗത്തേക്ക് പോവാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 340 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി, ഏത് ദിവസം പി ഒ സി? ഈ തിങ്കളാഴ്ചത്തെ പി ഒ സിയെ 26,342 ഭാഗത്തേക്ക് പോകാം. എത്രയാണ്? 26,342 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 26,265 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 342 ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ലോ 26,060, 26,060 ആശാൻ പൊട്ടുകയാണെങ്കിൽ സെല്ലിങ് സ്റ്റാർട്ടിങ് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിയുടെ ലോ ആയ 26,000 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് 26,000. എത്രയാണ്? ആ ഒരു ബിഗ് റൗണ്ട് നമ്പർ ആയ 26,000 ഭാഗത്തേക്ക് പോകാം. സെക്കൻഡ് ടാർഗറ്റ് അടുത്തത് 25,959 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയ. എത്രയാണ്? 25,000
959 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,000 25,910 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 26,060 പൊട്ടുകയാണെങ്കിൽ ഈ 25,915 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ പോസിബിൾ ആണ്. രണ്ട് മീൻ റിവേർഷൻ റേറ്റ് പോസിബിൾ ആണ്. 26,265 മുകളിൽ നമ്മുടെ R1 മുകളിലും നമ്മുടെ വേറെ ഷഫേഴ്സിന് താഴെയും രണ്ട് മീൻ റിവേർഷൻ റേറ്റ് പോസിബിൾ ആണ്. ആസ് എ മാർക്കപ്പ് ഓഫ് ട്രേഡർ പേര് കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓപ്ഷൻസിന്റെ മാർക്കറ്റ് ചത്ത് കിടക്കുകയാണ്. പ്രത്യേകിച്ച് പറയാൻ ജാനുവരി 10-12 കഴിയാതെ മാർക്കറ്റിൽ ഒരു ഹെവി മൊമെന്ററിയിൽ ട്രേഡ്സ് പോസിബിൾ അല്ല. ചെറിയ സ്കാൽപ്പ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക, പോവുക, അത് മാത്രമേ മാർക്കറ്റിനെ കൊണ്ട് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ബെയറിഷ് റഫറൻസും ബുള്ളിഷ് റഫറൻസും പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കറി ട്രേഡ് എടുത്തിട്ട് ഗ്രൂപ്പ് മെസ്സേജ് അയക്കല് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്ന് പറഞ്ഞാൽ ഒന്ന് വാച്ച് ചെയ്യുക, ആ മോർണിംഗിലുള്ള വോളിയൂംസ് ഒന്ന് നോക്കുക. ഇതൊക്കെ നോക്കി എല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ലോസുകൾ സംഭവിക്കുമ്പം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻസ് വരും. ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലുള്ള നെഗറ്റീവ് ട്രെൻഡ്സിലേക്ക് പോകും. ഈവൻച്വലി നിങ്ങൾ അക്കൗണ്ട് ബ്ലോൺ ആവും. ഇത് വ്യക്തമായിട്ട് ഓർത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ലെവല് കൃത്യമായിട്ട് കാണുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ വെച്ച് കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.